ടോർഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോർഷണൽ ഇക്വേഷൻ, അതേപോലെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്സ്, ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അസംപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഇസ് യൂണിഫോം ത്രൂ ഔട്ട്. അപ്പം നമ്മൾ ഈ ടോർഷൻ ഇക്വേഷൻ്റെ ഡെറിവേഷന് വേണ്ടി അസ്യൂം ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഷാഫ്റ്റാണ് ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഒരേ മെറ്റീരിയലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഇസ് യൂണിഫോം ത്രൂ ഔട്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത്. കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഒന്നുമല്ല, ഒരേ ഹോമോജീനിയസ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനും അതേപോലെ മെറ്റീരിയലുമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദ ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് ഇസ് യൂണിഫോം. നമ്മൾ ഈ ഷാഫ്റ്റിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു, അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്, ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ട്വിസ്റ്റ് യൂണിഫോം ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദ ഷാഫ്റ്റ് ഹാസ് യൂണിഫോം സർക്കുലർ സെക്ഷൻ ത്രൂ ഔട്ട്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് റിമെയിൻസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റിൻ്റെ ഇൻഡിവിജ്വൽ ഫൈബേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഫോർ ട്വിസ്റ്റ് പ്ലെയിൻ ആയിട്ടിരുന്ന ക്രോസ് സെക്ഷനില്ല, ആഫ്റ്റർ ട്വിസ്റ്റും പ്ലെയിൻ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതേപോലെ തന്നെ ഓൾ റേഡിയൈ വിച്ച് ആർ സ്ട്രെയിറ്റ് റിമെയിൻസ് സ്ട്രെയിറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്വിസ്റ്റ്. ഇനി ഡെറിവേഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മൾ ലെങ്ത് എൽ ഉള്ള ഒരു ഷാഫ്റ്റ്, യൂണിഫോം സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളൊരു ഷാഫ്റ്റാണ് അസ്യൂം ചെയ്യുന്നത്. നമ്മൾ എൻഡിലായിട്ട് ഒരു ടോർക്ക് ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ടി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇനി ഇവിടെ ഒരു ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഉണ്ടാകുന്നുണ്ട്. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഷിയർ സ്ട്രെയിനെ ഫൈ വെച്ചിട്ട്. ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ജി ഇസ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദ ഷാഫ്റ്റ് മെറ്റീരിയൽ. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് വൈസ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കാം. നോക്കിയേ, നമുക്ക് സി ഡി എന്ന് പറയുന്നതാണ് നമ്മൾ ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ഇനി നമ്മൾ ക്രോസ് സെക്ഷൻ, സർക്കുലർ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ട്വിസ്റ്റിൻ്റെ ഭാഗമായി ഉണ്ടായ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ നമ്മൾ ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെയിൻ യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡി ഡി ഡാഷ് ആണ്. അതായത് ഇനീഷ്യലി ഡിയിലുണ്ടായിരുന്ന ഈ ഒരു ഫൈബർ, സി ഡി എന്ന് പറയുന്ന ഫൈബർ ട്വിസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി സി ഡി ഡാഷ് എന്ന പൊസിഷനിലേക്ക് മാറി. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡി തൊട്ട് ഡി ഡാഷ് വരെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റോർഷൻ അറ്റ് ഔട്ടർ സർഫസ് ഡി ഡി ഡാഷ് എന്ന് വിളിക്കാം. ഡിനോമിനേറ്ററിൽ നമുക്ക് ഒറിജിനൽ ലെങ്ത് വേണം, അത് ക്യാപിറ്റൽ എൽ ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ ഡി ഡി ഡാഷ് ബൈ സി ഡി എന്നുള്ളത് അതിനെ നമുക്ക് ടാൻ ഫൈ എന്ന് വിളിക്കാം. മാഗ്നിറ്റ്യൂഡ് തീരെ ചെറുതായതുകൊണ്ട് തന്നെ ഫൈ ആയിട്ട് നമുക്കതിനെ റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസ് നമുക്ക് ഫൈ എന്ന് കിട്ടി. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് നമ്മൾ ടോ ആയിട്ട് ഇനീഷ്യലി നെയിം ചെയ്തിരുന്നു. ന്യൂമറേറ്ററിൽ ടോ കൊടുത്തു, ഡിനോമിനേറ്ററിൽ നമുക്ക് ഷിയർ സ്ട്രെയിൻ വേണം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഡി ഡി ഡാഷ് ആണ് നമ്മുടെ ഇവിടെ വരുന്ന ഡിസ്റ്റോർഷൻ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് എഴുതാം? ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതാമല്ലോ. ഡി ഡി ഡാഷ് ബൈ എൽ ആണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ. ഡി ഡി ഡാഷ് എന്ന് പറഞ്ഞ ഈ ഒരു കേർവിനെ നമുക്ക് ആർ ഇൻറ്റു റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്, റേഡിയസ് ഇൻറ്റു ഇവിടെ ഫോം ചെയ്ത ആംഗിൾ തീറ്റ, അപ്പോൾ ആർ തീറ്റ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ നമുക്ക് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് എൽ എന്ന് വന്നു. അപ്പോൾ ഈ ഡി ഡി ഡാഷിന് വരും ഞാൻ ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി എങ്ങനെ എഴുതാം? ടോ ബൈ ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതാം. റീഅറേഞ്ച് ചെയ്തു മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ടോ എൽ ബൈ ആർ തീറ്റ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ്റെ ആദ്യത്തെ റിലേഷൻ വരുന്നത്. അതായത് ജി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ടോ ബൈ ആറിന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ടോ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ഫോർ കോൺസ്റ്റൻറ്റ് ജി തീറ്റ ആൻഡ് എൽ എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിനെ ഇപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് സർഫസിലെയാണ് നമ്മൾ ടോയും ക്യാപിറ്റൽ ആറും പറയുന്നത്. ഇനി ഇന്നർ ഈ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ നടുക്ക് എവിടെയെങ്കിലും നമ്മളൊരു ലെയർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ സ്ട്രെസ്സിനെ, ഷിയർ സ്ട്രെസ്സിനെ നമുക്ക് സ്മോൾ ക്യൂ എന്ന് ലേബിൾ ചെയ്യാം. അവിടെ വരെയുള്ള ആ കൺസിഡർ ചെയ്ത ലെയർ വരെയുള്ള റേഡിയസിനെ നമുക്ക് സ്മോൾ ആർ എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഫോർ ഷിയർ സ്ട്രെസ് ക്യൂ ഇൻഡ്യൂസ്ഡ് അറ്റ് റേഡിയസ് ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റി ടോർഷണൽ ഇക്വേഷൻ്റെ. ജി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഇവിടെ ടോ ബൈ ആറും
ക്യൂ ബൈ ആറും തമ്മിൽ കൺഫ്യൂസ് ചെയ്യില്ല. ടോ ബൈ ആറ് ക്യാപിറ്റൽ ആർ വരുന്നത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഔട്ടർ റേഡിയസിൽ, അവിടെയാണ് മാക്സിമം നമുക്ക് റേഡിയസിൻ്റെ വാല്യൂ വരുന്നത്, ടോയുടെ വാല്യൂ വരുന്നത്. അപ്പോൾ ടോ ബൈ ആർ എന്ന് പറയുന്നത് ഔട്ടർ സർഫസിലുള്ളതാണ്. ഇന്നർ സർഫസിലുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ലെയറിൽ വരുന്ന വാല്യൂസാണ് നമ്മൾ സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെറിവേഷന് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ടേംസ്, ടോർഷണൽ ഇക്വേഷന് രണ്ട് ടേംസ് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഞാൻ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുവാണ്. അതിൻ്റെ നടുക്കായിട്ട് ഇവിടെയുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ലെയർ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ a small strip of the radius with thickness dr that is subjected to shear stress tau. അപ്പോൾ ഈ ലെയറിൻ്റെ തിക്നെസ് dr ആണ്, സെൻറ്ററിൽ നിന്നുള്ള അതിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്. അവിടെ വരുന്ന ഷിയർ സ്ട്രെസ് ടോ ആയിട്ട് ടോട്ടൽ ഷിയർ സ്ട്രെസ് ടോ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ഞാൻ ആ ഒരു പർട്ടിക്കുലർ ലെയറിൽ വരുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചു. ക്യൂ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടി. ഇനി ആ ഒരു പർട്ടിക്കുലർ സ്ട്രിപ്പിൽ വരുന്ന ടോർക്ക് എത്ര ആയിരിക്കും? ഡി ടി ആയിരിക്കും. ക്യാപിറ്റൽ ടി വരുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഡി ടി ആണ് ആ ഒരു പർട്ടിക്കുലർ ലെയറിൽ വരുന്ന ടോർക്ക്. ഈ ടോർക്ക് നമ്മൾ ന്യൂമറിക്കലി അത് എന്തിന് ഈക്വലാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിന് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതാം. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിപ്പിൻ്റെ കേസിൽ നമുക്ക് ഡി ടി എന്ന് പറഞ്ഞ ടോർക്കിന്, ആ ഒരു പർട്ടിക്കുലർ ലെയറിൻ്റെ മാത്രം ടോർക്കിന് ഡി ടി എന്ന് നെയിം ചെയ്യാം. ഡി ടി ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന് പകരം സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതുക. സ്ട്രെസ് എത്രയായിരുന്നു? സ്മോൾ ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി ക്യൂവിനുള്ള ഒരു ടേം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഏരിയയ്ക്ക് ഞാൻ ഡി എ, ആ ഒരു സ്ട്രിപ്പിൻ്റെ മാത്രം ഏരിയ ഡി എ എന്ന് ഞാൻ നെയിം ചെയ്യുവാണ്, ഇൻറ്റു ആർ. 2 ആർ ഉള്ളതുകൊണ്ട് നമുക്ക് ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി എന്ന് കിട്ടി. ഇനി ഇത് ഒരൊറ്റ ലെയറിൻ്റെ മാത്രം വരുന്നു. കംപ്ലീറ്റ് ക്രോസ് സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ടി ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോ ബൈ ആർ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം. ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ആർ സ്ക്വയർ ഡി എന്ന് കിട്ടും. ഇനി ഈ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ ജെ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്ന പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. അപ്പോൾ നമുക്ക് ടോ ബൈ ആർ ഇൻറ്റു ജെ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ദ ടോർക്ക് ക്യാപിറ്റൽ ടി. അപ്പോൾ നമുക്ക് ടോർഷൻ ഇക്വേഷൻ്റെ മൂന്നാമത്തെ ടേമും കിട്ടി. അപ്പോൾ ടോ ബൈ ജെ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്നുള്ള നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഒരുപാട് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നതുമാണ്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടാതെ പ്രോബ്ലംസ് കൂടുതലും ചോദിക്കുന്നത് ഈ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ സോളിഡ് ഷാഫ്റ്റും ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ സർക്കുലർ ഷാഫ്റ്റിൻ്റെയും പ്രോബ്ലംസ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് കൂടെ അറിഞ്ഞിരിക്കണം. മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു π/16 ടോ ഇൻറ്റു ഡി ക്യൂ. ഇനി ഹോളോ ഷാഫ്റ്റാണ് ചോദിക്കുന്നതെങ്കിൽ maximum torque is equal to π/16 tau into d0 raised to 4 minus di raised to 4 by d0. di എന്തോ internal diameter, d0 outside diameter ആണ്. ഈ രണ്ട് ഇക്വേഷൻസും നോക്കണം. ഇനി ഒരു ഇക്വേഷനോട് അറിഞ്ഞിരിക്കേണ്ട പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്. ഇതിൻ്റെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πnt/60 ആണ്. അതിൽ 2πn/60 എന്തുവാ? ആംഗുലർ സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഇവിടെ n is in RPM, T is the mean torque transmitted in Newton meters. അപ്പോൾ ഈ 3 ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് ടോർഷണൽ റിജിഡിറ്റി എന്നുള്ളത്. ഇതിൻ്റെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂഷ്വലി ഡെഫിനിഷൻസിലാണ് കൂടുതലും ചോദിച്ചു വന്നിട്ടുള്ളത്. ടോർഷണൽ റിജിഡിറ്റി എന്താണ്? ടോർഷണൽ റിജിഡിറ്റി ഓർ സ്റ്റിഫ്നെസ് ഓഫ് ദ ഷാഫ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഷാഫ്റ്റ്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ ഒരു ഷാഫ്റ്റിൻ്റെ സ്റ്റിഫ്നെസ്സിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഈ ടോർഷണൽ റിജിഡിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ട്വിസ്റ്റ് ഓഫ് 1 radian per unit length ഓഫ് ദ ഷാഫ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്തുവാ? ജി ഇൻറ്റു ജെ ആണ്. നമ്മുടെ ഈ ഒരു ടേമിൽ നിന്ന്, നമ്മുടെ ടോർഷണൽ ഇക്വേഷനിൽ നിന്നും ജിയും ജെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ടോർഷണൽ റിജിഡിറ്റി. അപ്പോൾ ജിയും ജെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ടോർഷണൽ റിജിഡിറ്റി നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? ജി ഇൻറ്റു ജെ ഇസ് ഈക്വൽ ടു TL/θ എന്നും എഴുതാം. അതായത് ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ട്വിസ്റ്റ് ഓഫ് 1 radian per unit length ഓഫ് ദ ഷാഫ്റ്റ്. ആ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഇനി അടുത്തൊരു ടേമാണ് പോളാർ മോഡുലസ്.
നമ്മൾ സാധാരണ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതൊക്കെ പഠിക്കാൻ നേരം അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ സെക്ഷൻ മോഡുലസ് എന്നൊക്കെ. അതേപോലെ പോളാർ മോഡുലസ് ഉണ്ട്. പോളാർ മോഡുലസ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. It is denoted by Z, unit mm raised to 3 ആണ്. Also called torsional section modulus. അപ്പോൾ പോളാർ മോഡുലസിൻ്റെ ഇക്വേഷൻ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ സോളിഡ് ഷാഫ്റ്റിൻ്റെ പോളാർ മോഡുലസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നമുക്ക് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സോളിഡ് ഷാഫ്റ്റിൻ്റെ π/32 d⁻⁴ എന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ റേഡിയസ് d/2 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് Z-ൻ്റെ വാല്യൂ π/60 × d³ എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിലാണെങ്കിലോ നമുക്ക് J പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നത് 5/13 × d⁻⁴ - സ്മോൾ d⁻⁴ ആണ്. ക്യാപിറ്റൽ ഡി ഔട്ടർ ഡയമീറ്ററും സ്മോൾ ഡി ഇന്നർ ഡയമീറ്ററും. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ക്യാപിറ്റൽ ഡയമീറ്റർ വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് π/16 × d⁻⁴ ക്യാപിറ്റൽ d⁻⁴ - സ്മോൾ d⁻⁴ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി എന്ന് കിട്ടും. ഇങ്ങനെയാണ് പോളാർ മോഡുലസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാവേ. A solid shaft of circular cross section is subjected to a torque capital T which produces a maximum shear stress Fs in the shaft. Diameter of the shaft should be. ഇവിടെ നമുക്ക് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, മാക്സിമം ടോർക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നുണ്ട്, ഷിയർ സ്ട്രെസ് Fs എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഷിയർ സ്ട്രെസ്സിനെയും ടോർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടേംസ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എടുക്കാം. τ/r = T/J. അപ്പോൾ അതിൽ ടോയ്ക്ക് നമുക്ക് Fs എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഷിയർ സ്ട്രെസ് Fs എന്നാണ് പറയുന്നത്. ആറിന് വരെ നമുക്ക് d/2 എന്ന് എഴുതാം, കാരണം ഡയമീറ്റർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ക്യാപിറ്റൽ ടി തന്നെ ടോർക്കിനിടാം. J പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ π/32 × d⁻⁴. റീഅറേഞ്ച് ചെയ്യാൻ നേരം നമുക്ക് d എത്ര കിട്ടും? √16 T/πFs എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള ഇതേപോലത്തെ ന്യൂമറിക് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ടേംസ് മാത്രം റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷാഫ്റ്റ് ടേൺസ് അറ്റ് 150 rpm അണ്ടർ എ ടോർക്ക് ഓഫ് 1500 Nm. പവർ ട്രാൻസ്മിറ്റഡ് ഇസ്. പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 2π/Nt/60. അതിൽ n നമ്മുടെ RPM ആണ്, 150 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T ടോർക്ക് 1500 Nm യൂണിറ്റ് ശ്രദ്ധിച്ചോണം. ന്യൂട്ടൺ മീറ്ററിൽ വേണം ടോർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7500 പൈ വാട്ട്സ് എന്ന് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചതാണ്. അതിൽ ഓപ്ഷൻസിലെ വാല്യൂ പൈയുടെ ടേംസിലായിരുന്നു, തന്നെയല്ല ഇതേപോലെ കിലോ വാട്ട്സിലായിരുന്നു ഓപ്ഷനിൽ വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് ആൻസറിനെ മാറ്റിയത്. അടുത്തൊരു ക്വസ്റ്റ്യനോട് നോക്കാം. സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ D is subjected to a twisting moment capital T. Maximum shear stress in the shaft is proportional to. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് വന്നത് ഷിയർ സ്ട്രെസ്സും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പായിരുന്നു ഓപ്ഷൻസിൽ ചോദിച്ചിരുന്നത്. ഷിയർ സ്ട്രെസ്സ് ഡിയുമായിട്ട് എത്രത്തോളം പ്രൊപ്പോർഷനാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഷിയർ സ്ട്രെസ്സും ടോർക്കും തമ്മിലുള്ള ടേംസ് മാത്രം എടുക്കാം. അതിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെസ് = torque/J × R എന്ന് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് റേഡിയസിനെ d/2 എന്ന് ഇടാം, ജെയും ഡയമീറ്ററിൻ്റെ ടേംസിലിടാം, അല്ലെങ്കിൽ നമുക്കതിനെ Z-ൻ്റെ നമ്മൾ നേരത്തെ പഠിച്ച പോളാർ മോഡുലസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് ആണ്, ഹോളോ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് π/16 d³ എന്നുള്ള Z-ൻ്റെ വാല്യൂ, പോളാർ മോഡുലസിൻ്റെ വാല്യൂ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റേഡിയസിൻ്റെ d/2ഉം ജെയുടെ ഡിയും തമ്മിൽ ക്യാൻസൽ ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് Z-ൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് τ is proportional to 1/d³ എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു എ ഷാഫ്റ്റ് ഓഫ് 120 mm diameter if the allowable twist is 3 degrees in a length of 1.5 meters. Take modulus of rigidity G is equal to 1 × 10⁵ Nm/mm². ഇവിടെ നമുക്ക് ഡയമീറ്റർ 120 mm തന്നിട്ടുണ്ട്, ലെങ്ത് 1.5 മീറ്റേഴ്സ് ആണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് നമുക്ക് ഡിഗ്രീസിലാണ് തന്നെ. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയൻസിൻ്റെ ടേംസിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 ഡിഗ്രി എന്നുള്ളത് റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 3 × π/180 ചെയ്യുമ്പോൾ നമുക്ക് 0.05 റേഡിയൻസ് എന്ന് കിട്ടും. മോഡുലസ് ഓഫ് റിജിഡിറ്റി 1 × 10⁵ Nm/mm².
നമ്മുടെ ടോർഷണൽ ഇക്വേഷനിൽ ഈ ട്വിസ്റ്റ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഒക്കെ വരുന്ന ടേംസ് രണ്ടും എടുക്കുവാണ്. T/J = C⁻L. നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടോർക്ക് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ J × C⁻L എന്ന് കിട്ടും. അപ്പോൾ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് സോളിഡ് ഷാഫ്റ്റ് ആണ്, ഹോളോ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5/32 × D⁴ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20.3 × 10⁶ mm⁴ എന്ന് കിട്ടി. അത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുവാണ്. ജെയുടെ ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇട്ടു. സിയുടെ വാല്യൂ എത്രയായിരുന്നു? സി എന്ന് വെച്ചാൽ നമ്മുടെ ജി, മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി ആയിട്ടും സി ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 1 × 10⁵ ആണ് ഇൻറ്റു നമ്മുടെ ഡിഗ്രി തീറ്റ എന്നുള്ളത് 0.05 റേഡിയൻസ് ആണ്, ഡിവൈഡഡ് ബൈ ലെങ്ത് 1.5 × 10⁵. മീറ്റേഴ്സിലായിരുന്നു MM കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോർക്ക് 67.6 × 10⁶ ന്യൂട്ടൺ MM എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ട്വിസ്റ്റ് വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം, തീറ്റയുടെ വാല്യൂ റേഡിയൻസിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടോർഷൻ ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്തത്. ഡെറിവേഷൻ അറിഞ്ഞിരിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ടോർഷൻ ഇക്വേഷൻ, അതേപോലെ പവർ ഓഫ് ഷാഫ്റ്റ്, പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്, അതേപോലെ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ ആൻഡ് സോളിഡ് ഷാഫ്റ്റ്, രണ്ടിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മോഡുലസ് ഓഫ് നമ്മുടെ പോളാർ മോഡുലസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ടോർഷണൽ റിജിഡിറ്റിയുടെ ഇക്വേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോർഷണൽ റിജിഡിറ്റിയുടെ ഡെഫിനിഷനും നോക്കി വെക്കണം. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.